ഡോക്ടറെ, നമ്മൾ ഒരുപാടായിട്ട് ഈ ഇടയായിട്ട് കേട്ട് പരിചയപ്പെട്ട് വരുന്ന ഒരു വാക്കാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്? പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന മാനസിക രോഗങ്ങൾ, അതായത് ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. അത് പോസ്റ്റ് പാർട്ടം എന്ന പേര് പറയും എന്നെങ്കിലും അത് ഡെലിവറിക്ക് 1 മാസം മുമ്പൊക്കെ അത് വരാം, 1-2 മാസം മുമ്പൊക്കെ ഇത്തരത്തിലുള്ള സൈക്കോസിസ് സംഭവിക്കാം. ഡെലിവറി കഴിഞ്ഞ ഒരു 3 മാസത്തിനുള്ളിലാണ് ഇത് പരമാവധി നടക്കുക. ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ 1 മാസത്തിനുള്ളിലാണ്, ആദ്യത്തെ 2-3 ആഴ്ചകൾക്കുള്ളിലാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് സംഭവിക്കാനുള്ള സാധ്യതയുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഒരു 100 ഡെലിവറി നടക്കുകയാണെങ്കിൽ ഒരു 5 പേർക്കെങ്കിലും ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുമ്പോൾ അതൊരു ബ്രോഡായിട്ടുള്ളൊരു പേരാണ്. അതിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാം, പോസ്റ്റ്മോർട്ടം മാനിയ വരാം, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന സംശയം, പേടി, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാം. ഇതെല്ലാം പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആണ്. ഇനി വേറെ ഒന്നുണ്ട്, പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയും. അതൊരു അസുഖകരമായിട്ടൊരു അവസ്ഥയല്ല, നോർമൽ സ്റ്റേജാണ്. അതായത് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ഒരാഴ്ച ഒരു കൺഫ്യൂഷൻ, ഉറക്കക്കുറവ്, ചെറിയൊരു ടെൻഷൻ, അസ്വസ്ഥത, അതെല്ലാവർക്കും ഒരുവിധം കോമൺ ആയിട്ട് ഡെലിവറിക്ക് ശേഷം സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂ അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ രണ്ടിനെയും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണണം. പോസ്റ്റ്മോർട്ടം സൈക്കോസിസിൻ്റെ അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അവസ്ഥയാണ്, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അതുമൂലം സംഭവിക്കാം. ഓക്കെ സാർ, നമ്മൾ കാരണം ഇപ്പം ആൾക്കാർ പണ്ടൊക്കെ നോർമലൈസ് ചെയ്ത കാര്യങ്ങളാണ് അതൊന്നും നോർമലൈസ് ചെയ്യപ്പെടേണ്ടതല്ല എന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പണ്ടും ഇതേമാതിരി സ്ത്രീകൾ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടൊന്നും തന്നെ ആരും കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇടയായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചർച്ച ചെയ്ത് മുന്നോട്ടേക്ക് വരുന്നത്. പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെലിവറിക്ക് ശേഷം സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ലേ എന്നുള്ള രീതിയിൽ നെഗ്ലക്റ്റ് ചെയ്തു പോകും. നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊച്ചിനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഗുരുതരമായിട്ടുള്ള, തിരുത്താൻ സാധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അതിൽ നിന്നുണ്ടാവും.